ദക്ഷിണ കൊറിയയിൽ അടിയന്തര പട്ടാള ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സക്യേയോൾ. നീക്കത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങളോട് ദേശീയ അസംബ്ലിക്ക് പുറത്ത് ഒരുമിച്ച് കൂടാൻ പ്രതിപക്ഷ നേതാവ് ലാജേമയോങ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഭരണകക്ഷിയും പ്രസിഡന്റിന്റെ നിലപാടിനെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. തെറ്റായ നീക്കമാണിതെന്ന് പ്രസിഡന്റ് യൂൺ സക്യേയോളിന്റെ പാർട്ടി നേതാവ് ഹാൻ ഡോങ് ഹൂൺ പറഞ്ഞിട്ടുണ്ട്. പട്ടാള നിയമം റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ അസംബ്ലിയിലെ ഭൂരിഭാഗം അംഗങ്ങളും വോട്ടെടുപ്പിലൂടെ പാസാക്കിയാൽ ജനകീയ സർക്കാർ മരവിപ്പിക്കപ്പെടുകയും പട്ടാള നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യുമെന്നാണ് ദക്ഷിണ കൊറിയൻ നിയമം. പട്ടാള നിയമം വന്നാൽ ജനപ്രതിനിധികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും ദക്ഷിണ കൊറിയൻ നിയമം പറയുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ഭീഷണി നേരിടാനും ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കാനുമാണ് പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എന്നാണ് പ്രസിഡന്റിന്റെ വിശദീകരണം. ഉത്തര കൊറിയൻ അനുകൂല വിഭാഗങ്ങളെ ഇല്ലാതാക്കുമെന്നും ഇതിനാണ് പട്ടാള നിയമം നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈന്യം നഗരത്തിൽ ഇറങ്ങി. പാർലമെന്റിന് മുന്നിലും തന്ത്രപ്രധാന മേഖലകളിലും സൈന്യം സുരക്ഷ ഏറ്റെടുത്തു. നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണെന്ന് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് പൊതുസ്ഥലത്ത് ഇടപെടുന്നതിന് നിയന്ത്രണങ്ങൾ സാധാരണ പട്ടാള നിയമം നിഷ്കർഷിക്കാറുണ്ട്. എല്ലാ പാർലമെന്റ് നടപടികളും നിർത്തിവെച്ചതായി സൈന്യം അറിയിച്ചുവെന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സോളിലെ പാർലമെന്റിന് പുറത്ത് കനത്ത പോലീസ് സാന്നിധ്യത്തിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് ബസ്സുകൾ ഉപയോഗിച്ച് പാർലമെന്റ് വളപ്പിലേക്കുള്ള പ്രവേശനമെല്ലാം തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ എത്തിയ ജനങ്ങളും പോലീസും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ബജറ്റ് ബില്ലിനെതിരെ പ്രതിഷേധമുയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പട്ടാള നിയമം പ്രഖ്യാപിച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് അട്ടിമറി വിജയം നേടിയതോടെ പ്രസിഡന്റ് യൂൺ സക്യേയോൾ ഡക്ക് പ്രസിഡന്റായി മാറിയിരുന്നു. നിയമങ്ങൾ പ്രസിഡന്റിന് പാസാക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. പ്രതിപക്ഷത്തിന്റെ ബില്ലുകൾ വീറ്റോ ചെയ്യാനും പരിമിതി വന്നു. സർക്കാരിന്റെ ബജറ്റ് ബില്ലിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നു. പ്രസിഡന്റിന്റെ ഭാര്യയ്ക്കെതിരെ നിരവധി അഴിമതി കേസുകളുണ്ട്. ഇത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ് US ദേശീയ സുരക്ഷാ വിഭാഗം വ്യക്തമാക്കിയത്.